ഓരോരുത്തരും ഹിന്ദു മതവിഭാഗത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. BJP RSS ആണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ പാർട്ടിയും ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധ പാർട്ടിയും. കാരണം അവർ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് ശ്രീരാമകൃഷ്ണ ദേവനും സ്വാമി വിവേകാനന്ദനും ഒന്നും പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുയിസവുമായി യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ഭൂരിഭാഗം വരുന്ന സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. മോദിക്കും അമിത്ഷായ്ക്കും അധികാരം നേടാനും അധികാരം നിലനിർത്താനും വേണ്ടി ഈ രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന മതവിശ്വാസികളുടെ മതവികാരത്തെ അവർ ക്രൂരമായി, വിദഗ്ധമായി, സമർത്ഥമായി ചൂഷണം ചെയ്യുകയാണ്. ഇത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു മനുഷ്യരും വർഗീയത എന്ന കെണിയിൽ വീഴാൻ പാടില്ല. നമ്മുടെ ശക്തി കൊണ്ട് മോദി RSS അമിത്ഷായെ നമ്മൾ പരാജയപ്പെടുത്തിയേ പറ്റൂ. അതിന് നമുക്ക് പറ്റണം. നമ്മുടെ നാട്ടിലെ അമ്മമാര്, ഞാൻ സാരി ഉടുക്കുന്നു, പർദ്ദ ഇടുന്നു, അവര് ഞാൻ തമ്മിലെ വ്യത്യാസം എന്താണ്? പലരും പല വേഷം ധരിക്കുന്നു, അവർ തമ്മിലെ വ്യത്യാസം എന്താണ്? മതം മനുഷ്യനെ വിഭജിക്കുന്ന ഒന്നാവരുത് ഒരിക്കലും. ഒരു മതത്തിന്റെയും ഭാഗമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ മനുഷ്യ സ്ത്രീ ആയിട്ടാണ്, ഇന്ത്യക്കാരിയായിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാ മതത്തിനുപരി, എല്ലാ വ്യത്യാസങ്ങൾക്കും ഉപരി നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്ക് ആത്യന്തികമായി മനുഷ്യരുടെ വിചാരങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്. ആ മനുഷ്യനെ ഒറ്റപ്പെടുത്താൻ, ഈ ഇന്ത്യ രാജ്യത്തെ ഒരു വ്യക്തിയെ പോലും ഒറ്റപ്പെടുത്താൻ ഈ ഭരണകൂടത്തെ നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. അവിടെയാണ് നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ ശക്തി കാണിക്കേണ്ടത്. എങ്ങനെയാണ് ഈ രണ്ട് മനുഷ്യർക്ക്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്, നമ്മുടെ വീട്ടില് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു ദിവസം സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? രാജ്യത്തെ ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ അവരുടെ വീട്ടിലെ ആളുകളെ പോലെ സ്നേഹിക്കാൻ പറ്റുന്നവരായിരിക്കണം, ജനങ്ങളോട് സ്നേഹമുള്ളവരായിരിക്കണം. ഈ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ആളുകള് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കഴിയുമ്പോൾ, രാജ്യത്ത് മുഴുവൻ അരക്ഷിതത്വം ഉണ്ടാവുമ്പോ എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന് ഇങ്ങനെ ഇരിക്കാൻ പറ്റുക? ഇത് യുവജനത ചോദ്യം ചെയ്യണം. എവിടെയാണ് യുവാക്കൾക്ക് തൊഴിലുള്ളത്? എവിടെയാണ് നാളെ ഭാരതത്തെക്കുറിച്ചൊരു ഭാവിയെക്കുറിച്ച് ഒരു സന്തോഷത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി, സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഇവിടുത്തെ യുവജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുക? അവരെന്തിനാണ് മനുഷ്യരെ മുഴുവൻ മതത്തിന്റെ പേരിൽ മനുഷ്യരുടെ മനസ്സിൽ മുഴുവൻ മതവികാരം മാത്രം നിറച്ച് വർഗീയത വളർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്? കാരണം ജോലിയെക്കുറിച്ച് ചോദിച്ചാൽ, തൊഴിലവസരങ്ങളെ കുറിച്ച് ചോദിച്ചാൽ, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചോദിച്ചാൽ ഒന്നും അവർക്ക് ഉത്തരമില്ല. ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തെ എങ്ങനെ ഭരിക്കണം എന്ന് അവർക്കറിയില്ല. ഇന്ത്യ എന്താണെന്നറിയില്ല, ഇന്ത്യയുടെ വൈവിധ്യം എന്താണെന്നറിയില്ല. ഈ വൈവിധ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന മനുഷ്യന്റെ സാഹോദര്യത്തെ പറ്റി അറിയുന്നില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ അവർ അതിനെപ്പറ്റി ചിന്തിക്കാൻ മെനക്കിടുന്നില്ല. അങ്ങനെ ഒരു ഭരണകൂടത്തെ നമ്മൾ എതിർക്കേണ്ടത്, അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രത്തെ നമ്മൾ എതിർക്കേണ്ടത് ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഒരു മതത്തിന്റെ മാത്രം ആവശ്യവുമല്ല. ഇത് ഇന്ത്യയെ സ്നേഹിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരുടെ ആവശ്യമാണ്. ഇന്ത്യയിലെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഭരണഘടനയിലും ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ആശയത്തിലും എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന, ചേർത്ത് നിൽക്കുന്ന സഹിഷ്ണുതയും സാഹോദര്യം എന്നുള്ള ഭാരതം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രാജ്യത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ, ശ്വസിക്കുന്നത് പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. ഈ പോരാട്ടത്തിനിടയിൽ, ഈ ഫാഷിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ മരിച്ചാൽ പോലും ഇത്രയും നാള് ജീവിച്ചതിന് അർത്ഥമുണ്ട്. നമ്മുടെ ഓരോരുത്തരും നമ്മുടെ രാജ്യം ഇല്ലാണ്ടാകുമ്പോൾ, നമ്മുടെ രാജ്യത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കി നിൽക്കാൻ പറ്റുക? അവരെ വിഭജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മറുപടി കൊടുക്കേണ്ടത്, നമ്മൾ അവരെത്രമാത്രം വിഭജിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിന്റെ 100 മടങ്ങായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് വേണം ഇവർക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ. ഈ രാജ്യത്തെ ജനങ്ങളെ വേർതിരിക്കാൻ അവർ എത്ര ശ്രമിക്കുന്നു, അതിനെതിരെ ശക്തമായിട്ട് ഒരുമിച്ച് നിന്ന് പറയണം. ഞങ്ങൾക്ക് വ്യത്യസ്ത മതവിശ്വാസങ്ങളുണ്ട്, ഞങ്ങളുടെ വിശ്വാസങ്ങൾ വേറെയാണ്, ഞങ്ങളുടെ ജീവിത രീതികൾ വ്യത്യസ്തമാണ്. പക്ഷെ അതിലെല്ലാം ഉപരിയായി ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു സാഹോദര്യമുണ്ട്. ആ സാഹോദര്യത്തെ തൊട്ട് കളിക്കാൻ ഒരു മോദിയെയും ഒരു അമിത്ഷായെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഓരോ നിമിഷവും ധൈര്യപൂർവ്വം പറയുവാൻ ഇവിടുത്തെ